ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുളം പണിക്ക് ശേഷം എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു, നിങ്ങൾ ഈ ചവറും കാര്യങ്ങളൊക്കെ വീഴാണ്ടിരിക്കുക എന്താണ് ചെയ്യണേന്ന്. നമ്മുടെ കുളം പണി തുടങ്ങിയപ്പോഴേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നെറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു മരത്തിൽ നിന്ന് അടുത്തൊരു മരത്തേക്ക് ഒരു ത്രെഡ് കെട്ടുക, അവിടുന്ന് 2 നെറ്റ് നമ്മൾ ഡീസൻ്റ് ആക്കി ഇടുക, ഇത്രയേ ഉള്ളൂ. അതേപോലെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു നെറ്റിന് അധികം പൈസ ഒന്നും വരുന്നില്ല. നമുക്ക് 100 രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് കിണർ നെറ്റ് കിട്ടും. ഈ കിണർ നെറ്റാണ് നമ്മൾ അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. കുളം കുത്തിയതിന് ശേഷം നമ്മുടെ മീൻകുട്ടികളൊക്കെ നല്ല ഉഷാറായി എന്ന് വേണം പറയണമെങ്കിൽ. കാരണം അവർക്ക് കുറേ നീന്തി തുടിക്കാനുള്ള സ്ഥലവും അതേപോലെ അവർക്കും നല്ല ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ വലുപ്പം വെച്ചും പിന്നെ അതേപോലെ നല്ല കളറും ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കാർപ്പിനെ ഉഷാറാക്കിയതിൻ്റെ പിന്നിൽ അനിയൻ തന്നെയാണ്. അവനാണ് ഇതിൻ്റെ മേൽനോട്ടം ഫുള്ള്. ഞാൻ ജസ്റ്റ് വീഡിയോഗ്രാഫറായിട്ട് നിൽക്കാന്നല്ലാണ്ട് ഞാൻ ഇതിലൊന്നും കൈയിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മുടെ കോഴിക്കാർപ്പിനെ ഒളിച്ചിരിക്കാനായിട്ട് ചെറിയൊരു മൺകലൊക്കെ അവൻ വെച്ച് കൊടുക്കുന്നുണ്ട്. രാത്രി ഫുള്ള് അവർ അതിൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുക. പിന്നെ രാവിലെ നമ്മൾ തീറ്റിട്ട് കൊടുക്കണ നേരത്താണ് ഇവന്മാർ പുറത്തേക്കൊക്കെ ഇറങ്ങി ഓടി കളിച്ച് പിന്നെ ഉഷാറാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചവറെല്ലാം നെറ്റിൻ്റെ മുകളിലത്തൊക്കെ കളഞ്ഞ് തിരിച്ച് അതേപോലെ തന്നെ നല്ല ഭംഗിയിലിട്ട് മൂടിയെല്ലാം വെച്ച് സേഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അതിൽ ഉള്ള കാരണം പിന്നെ അവർ സേഫായിട്ട് ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുളം കുത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.